Parle Fab in yummy chocolate and vanilla crème. ചോർച്ചാറേ ഞാൻ നോക്കും വണ്ടി വീട് വല്ലാത്ത കഷ്ടം തന്നെ. സ്കൂട്ടറിന്റെ അവസ്ഥ മോശമാണ് ജോർദാറെ. അത് പിന്നെ അങ്ങനെയാണല്ലോ. താജ്മഹലിനേക്കാളും പഴക്കമുണ്ട് ഈ സ്കൂട്ടറിന്. സംശയമുണ്ടോ? എനിക്കിപ്പോ അല്പസ്വല്പം സംശയമില്ലാതെ ഇല്ല. താജ്മഹൽ വളരെ പുരാതനമായിട്ടുള്ള ഒന്നാണ്. അന്നൊക്കെ സ്കൂട്ടർ ഉണ്ടായിരുന്നോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവന്റെ നോളജിലും കഴുത കയറി കൈവച്ചിട്ടുണ്ട്. എടാ പോപ്പട്ട് ഒരു ഉപമ പറഞ്ഞതാ. എന്റെ സ്കൂട്ടർ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. പ്ലീസ് ഇതിനെ ഒന്നും പറയരുത്. ഓഹോ, എന്ത് പറ്റി കുട്ടികളെ? സ്കൂട്ടർ റിപ്പയർ ആയി പോയി മാഡം. ഇത് കേടായെന്നല്ല കോടാലിയായെന്നാ പറയണ്ടേ. സംശയമുണ്ടോ? ഇപ്പൊ പോകുന്ന വഴിക്ക് ഓരോ പാർട്സ് ആയിട്ടാ വീണോണ്ടിരിക്കുന്നത്. ഓഹോ ഓ അതിന് സാരമില്ല. ഇത് അബ്ദുളിന്റെ ഗാരേജിൽ റിപ്പയറിംഗിന് വേണ്ടി കൊടുത്തേക്ക്. എന്നിട്ട് സ്കൂട്ടറായിട്ട് വീട്ടിലോട്ട് പോയിക്കോളൂ. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വളരെ നേരത്തെ വീട്ടിലെത്തും. എന്നിട്ട് നമുക്ക് ഇന്ന് സിനിമ കാണാം. ഓക്കെ കുട്ടികളെ. മാഡം ശരി കുട്ടികളെ. ജോർദാറെ വാ, നമുക്ക് പോയി നിന്റെ സ്കൂട്ടർ റിപ്പയർ ചെയ്യാം. കൊച്ചലിയ രാവിലെ തന്നെ വെള്ളം പൊതച്ചാരായിരിക്കുന്നേ. മേഡം ദേ മറ്റാരോ മോഷ്ടിച്ച സ്കൂട്ടി നമ്മുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക കണ്ടോ? ഓഹോ ഹണി, ഞാനാ ഈ സ്കൂട്ടി ഇവിടെ കൊണ്ടുവച്ചത്. പക്ഷെ മേഡത്തിന് സ്കൂട്ടി മോഷ്ടിക്കേണ്ട ആവശ്യം എന്താ ഉള്ളേ? ഓഹോ, ഞാൻ എന്തിനാ സ്കൂട്ടി മോഷ്ടിക്കുന്നത് ഹണി? അപ്പൊ ഇത് മോഷ്ടിച്ചത് വേറെ ആരുമാണ്. മേഡം അത് ഒളിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇത് ഞാൻ വാങ്ങിച്ചതാണ്. പഴയ സ്കൂട്ടി കേടായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയത് വാങ്ങിയതാണ്. ജോർദാർ വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. പോയിട്ട് വരൂ. വരൂ കുട്ടികളെ, നിങ്ങൾ കൃത്യസമയത്താണ് വന്നത്. ഞാൻ ദാ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോവുകയായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ഈ സ്കൂട്ടി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടു മാഡം. ഞങ്ങൾ ഒരുപാട് നേരം കറങ്ങുകയും ചെയ്തു അല്ലേ സോർദാറെ? ഞങ്ങളിപ്പോ സ്കൂട്ടറോടൊപ്പം തന്നെ ഒരു സ്കൂട്ടിയും കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു മാഡം. അയ്യോ, ആ സ്കൂട്ടർ ഞാൻ അബ്ദുളിനോട് സ്ക്രാബില് കൊടുക്കാനാ പറഞ്ഞത്. എനിക്കത് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആ പഴയ സ്കൂട്ടർ നന്നാക്കി എടുക്കാൻ താല്പര്യമുണ്ടെന്ന്. ഓഹോ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അബ്ദുളിനെ ചെന്ന് കണ്ട് അത് കൊടുക്കണ്ടെന്ന് പറയാം. മേഡം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓഫീസിലേക്ക് പോയിക്കോളൂ. അബ്ദുളിന്റെ അടുത്ത് ഞങ്ങൾ പോയിക്കോളാം. എനിക്ക് സ്കൂട്ടർ തിരിച്ചു വേണം കൂട്ടുകാരെ. ആ സ്കൂട്ടർ എത്ര കാലം കൂടി നമ്മുടെ കയ്യിലുള്ളതാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്കൂട്ടറാണ്. ഞാനത് ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കുകയില്ല. നീ വിഷമിക്കണ്ട. നിനക്ക് ആ സ്കൂട്ടറിനോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? എന്നാവാ നമുക്ക് പോയി ആ സ്കൂട്ടർ തിരിച്ചെടുക്കാം. പക്ഷെ ആ സ്കൂട്ടർ കിട്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അത് ജോർദാർ എന്താ ചെയ്തോട്ടെ. നിനക്ക് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, പോവാം. Slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. നിങ്ങളോ? കുറെ നാളായല്ലോ നിങ്ങൾ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. എന്ത് പറ്റി?
ചേട്ടന് ഞങ്ങളെ കാണണമെങ്കിൽ വീട്ടിൽ വന്നാ പോരെ? എന്റെ പൊന്ന് മരമണ്ടാ, ഞാൻ ചുമ്മാ ഒരു കുച്ചറം ചോദിച്ചെന്നേ ഉള്ളൂ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ചായയോ കാപ്പിയോ മറ്റോ വേണോ? അല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്കൂട്ടർ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ആ സ്കൂട്ടർ മോൻ കൊണ്ടുപോയിരിക്കയാണ്. താനെന്താ ഞങ്ങള് മണ്ടന്മാരാണെന്ന് വിചാരിച്ചോ? സ്കൂട്ടറിന് എങ്ങനെയാ മോനുണ്ടാവുന്നത്? എടാ മണ്ട, എന്റെ മോനാ കൊണ്ടുപോയത്. അപ്പൊ പിന്നെ നിങ്ങളുടെ മോനെ കൊണ്ട് ആരാ പോയത്? അയ്യോ, അയാളുടെ മോൻ കൊണ്ടുപോയെന്നാടാ പറഞ്ഞേ. സ്കൂട്ടർ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഓ അതാണോ? ഇവിടെ അടുത്ത് പഴയ വണ്ടികളുടെ റേസിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഈ സ്കൂട്ടർ കൂടെ കൊണ്ടുപോവാൻ. അതാണെങ്കിൽ ജാംബോന്റെ കാലം തൊട്ടേ ഉള്ള സ്കൂട്ടർ ആണല്ലോ. എടോ, എന്റെ സ്കൂട്ടറിന് അങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ അത് നിങ്ങളുടെ സ്കൂട്ടർ അല്ലല്ലോ. ഖാഡ്കർ മാഡം ആ സ്കൂട്ടർ ഞങ്ങളോട് എടുത്തോളാൻ പറഞ്ഞതാ. അത് ഗ്രീസ് ഇട്ട് എടുത്തു. ഗ്രീസ് തുളച്ചളഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്ക്. അതിനെന്താ, ആ സ്കൂട്ടർ നിങ്ങൾ തന്നെ എടുത്തോ. ആ റേസ് കഴിഞ്ഞ് അവൻ ഇപ്പൊ തന്നെ എത്തും. നിങ്ങൾ എടുത്തോണ്ട് വെക്കോ അത്. അല്ലെങ്കിൽ അത് പാട്ട വണ്ടിയാ, അതുകൊണ്ട് പാട്ടപ്പെരക്കാർക്ക് എടുത്തോണ്ട് കൊടുക്കണം. എന്നാ ഞങ്ങൾ അവിടെ പോയി ആ സ്കൂട്ടർ തന്നെ കൊണ്ടുവരാം. നിങ്ങൾക്ക് ഏതായാലും ഒരു പുതിയ ഷർട്ട് കിട്ടിയല്ലോ, പിന്നെ ആ കീറിയ ഷർട്ട് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അത് നിങ്ങൾ മ്യൂസിയത്തിൽ കൊണ്ടുപോയി തൂക്കിയിട്ടോളാം. സംശയമുണ്ടോ? സോർദാറിന് ഇഷ്ടപ്പെട്ട സ്കൂട്ടർ അത്. സോർദാറും ആ സ്കൂട്ടറും തമ്മിൽ സഹോദര ബന്ധമാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തേക്ക്. വരൂ കൂട്ടുകാരെ. ഈ പാട്ടുവണ്ടി കൊണ്ടാണോ മത്സരിക്കുന്നത്? ഈ സ്കൂട്ടറിന്റെ അവസ്ഥയൊന്ന് നോക്ക് നീ. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴേക്കും അതിന്റെ ഹാൻഡിൽ മാത്രമേ ബാക്കിയുണ്ടാവൂ. എന്റെ സ്കൂട്ടർ താൻ കളിയാക്കുകയാണോ? ഈ സ്കൂട്ടർ ഈ റേസിൽ തന്നെ തോൽപ്പിക്കും. റേസ് ഞാൻ ഓടിക്കുകയാണെങ്കിൽ. അതെ, നിങ്ങൾ ആരാണ്? ഇത് ഞാനാ ഓടിക്കുന്നത്. എനിക്ക് മത്സരത്തിൽ ജയിച്ചിട്ട് പുതിയൊരു ബൈക്ക് മേടിക്കാനുള്ളതാ. ഈ സ്കൂട്ടർ എന്റേതാണ്. ഈ സ്കൂട്ടർ എന്റെ പപ്പയാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഈ സ്കൂട്ടർ ഞാൻ തരില്ല. നോക്ക്, നിനക്ക് തോന്നുന്നുണ്ടോ ഈ സ്കൂട്ടർ കൊണ്ട് നീ മത്സരത്തിൽ ജയിക്കുമെന്ന്? സോർദാറിന് ഈ റേസിൽ ജയിക്കാൻ കഴിയും. നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. ജോർദാർ റേസ് നടത്തട്ടെ. ജയിച്ചു കിട്ടുന്ന സമ്മാനം താൻ എടുത്തോ. പകരം ഈ സ്കൂട്ടർ ജോർദാറിന് കൊടുക്കണം. ഞാൻ ജയിച്ച് കാണിച്ചു തരാം. ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ തന്നെ ഉണ്ട് സോർദാറെ. അത് പിന്നെ ഉണ്ടാവണമല്ലോ. വഴിയിൽ ഇതിന്റെ പാർട്സ് എങ്ങാണ് ഇളകി വീണ പോയി പെറുക്കിയെടുക്കാൻ ആള് വേണമല്ലോ. സംശയമുണ്ടോ? സോർദാറെ, നമ്മൾ ഈ മത്സരത്തിൽ തോക്കരുത്. ജോർദാറെ, അംഗം തുടങ്ങ്. ഇപ്പോഴല്ല. ഇതിൽ ഞാൻ തന്നെ ജയിക്കും. എന്റെ സ്കൂട്ടറിന്റെ എക്സ്ട്രാ വീൽ പണി പറ്റിച്ചു. അവനെ വിട്ടേക്ക്, നീ ഓടിക്ക്. എന്താ നീ നിർത്തിക്കളഞ്ഞേ? ധൈര്യം വിട്ടുകളയരുത്. ധൈര്യത്തോടെ മുന്നേറുന്നവര് മാത്രമേ വിജയിക്കുള്ളൂ. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്കൂട്ടർ ഓഫായി പോയിരിക്കുകയാണ്. പോകട്ടെ, നോക്കി നിൽക്കാതെ തള്ളു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഈ സ്കൂട്ടർ എടുത്ത് ഞാൻ നിന്റെ തലേ വെച്ച് തരാം. ആദ്യം നീ എന്റെ സൈസ് ഒന്ന് നോക്കണേ. ഹണി, വേഗം സ്കൂട്ടർ തള്ളു. പാട്ടുവണ്ടി കുഴി ചാടിയോ?
അയ്യോ സത്യത്തിൽ ഇപ്പൊ എനിക്കും ശരിക്കും തോന്നി തുടങ്ങി. ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഈ ഹാൻഡിൽ മാത്രം പിടിച്ചോണ്ട് ഓടി ഓടി എത്തേണ്ടി വരും. എന്റെ ഇപ്പോഴത്തെ ഡൗട്ട്. അടിപൊളി, കൺഗ്രാചുലേഷൻസ്. ഈ സ്കൂട്ടർ കൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളായിരുന്നു. മാത്രമല്ല നിങ്ങൾ വിജയിച്ച് ട്രോഫിയും വാങ്ങി. ഞങ്ങൾക്കിപ്പോൾ സന്തോഷം ട്രോഫി കിട്ടിയത് കൊണ്ടല്ല, ഞങ്ങളുടെ സ്കൂട്ടർ കിട്ടിയത് കൊണ്ടാണ്. അതെ, നിങ്ങളുടെ സ്കൂട്ടർ നിങ്ങൾക്കും കിട്ടി. ഈ റേസിൽ സമാനമായി പറഞ്ഞിരുന്ന തുക എനിക്കും കിട്ടി. നിന്റെ സന്തോഷം കണ്ടാത്തൊന്നും ഏതോ അമൂല്യമായ വസ്തു നിന്റെ കൈ കിട്ടിയെന്ന് സംശയമുണ്ടോ? പുതിയ സ്കൂട്ടർ എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷെ ഇതുപോലത്തെ അത് കിട്ടില്ലല്ലോ. അതുപോലെ കൂട്ടുകാർ ഒരുപാട് കിട്ടും, നിങ്ങളെ പോലത്തെ കൂട്ടുകാർ കിട്ടില്ലല്ലോ.